ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയിൽ മനസ്സിലാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, വിവിധ ഇടങ്ങളിൽ വെച്ചുകൊണ്ട് അതിക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന് ആ ചെറുപ്പക്കാരൻ വിധേയനായി. രണ്ടാമത്തെ ഘടകം അതുപോലെ തന്നെ ഗൗരവമായിട്ടുള്ളതാണ്. ഇത് പുറത്തു പറഞ്ഞാൽ വലിയ രീതിയിലുള്ള സമാനമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് നിങ്ങളും നേരിടേണ്ടി വരും എന്ന് വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി. തുടർച്ചയായി 16-ാം തീയതി മുതൽ തുടർച്ചയായി ഈ ആക്രമണങ്ങൾ നടന്നിട്ടും ഇതിലെ ഒരു തേർഡ് പാർട്ട് ഇതിൽ വന്നിട്ടില്ല. ആ തേർഡ് പാർട്ട് വളരെ ഗൗരവമുള്ളതാണ്. 16-ാം തീയതി മുതൽ തുടർച്ചയായി ഈ പ്രശ്നങ്ങളുണ്ടായിട്ടും അവിടെയുള്ള വാർഡൻ, അവിടെയുള്ള അധ്യാപകർ, അവിടെയുള്ള ഡീൻ ഉൾപ്പെടെയുള്ള ആളുകൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഒരു അധ്യാപകൻ, ഈ അധ്യാപകൻ ഈ വിഷയം പുറത്തു പറഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്ന് അവിടെയുള്ള ഇൻമേറ്റ് അന്തേവാസികളെ, ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയ അധ്യാപകനാണ്. ഈ അധ്യാപകൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പാർട്ടിനെക്കുറിച്ച് സൈലൻ്റാണ് ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ കമ്മിറ്റി. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അതീവ ഗൗരവതരമായിട്ടുള്ള പോലീസ് അന്വേഷണവും അതുപോലെ തന്നെ ഹോസ്റ്റലുകളിലും കോളേജുകളിലും നടക്കുന്ന ഇതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ജുഡീഷ്യൽ സിസ്റ്റവും ഉണ്ടാവണം. ആ ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ എൻക്വയറി ഇവിടം മുതൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ്. മറ്റൊരു അതീവ ഗൗരവതരമായ കാര്യം, ആർഷോ ഇന്നലെ SFI സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പറഞ്ഞ കാര്യം, SFIക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഞാൻ ചോദിക്കുന്നു, SFIക്ക് യാതൊരു ബന്ധവുമില്ലെങ്കിൽ എന്തിനാണ് LDFിൻ്റെ കൺവീനറായ വ്യക്തി എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസിനെ ഭീഷണിപ്പെടുത്തിയത്? എന്തിനാണ് പോലീസിനെ ചോദ്യം ചെയ്തത്? എന്തിനാണ് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കുന്ന സമയത്ത് മജിസ്ട്രേറ്റിൻ്റെ റൂമിലേക്ക് പോകാനുള്ള തത്രപ്പാട് എന്തിനാണ് അദ്ദേഹം എടുത്തത്? എന്തിനാണ് അദ്ദേഹം DYSPയെ ഭീഷണിപ്പെടുത്തിയത്? വളരെ ക്ലിയറല്ലേ? രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലും രാഷ്ട്രീയപരമായ തീരുമാനവും ഈ കൊലപാതകത്തിൽ നടന്നു എന്നുള്ളതും പ്രതികൾ SFIയുടെ പ്രമുഖ നേതാക്കന്മാരാണ് എന്നുള്ളതും അവർക്ക് രാഷ്ട്രീയ അഭയവും നിയമസഹായവും രാഷ്ട്രീയപരമായിട്ടുള്ള പിൻബലവും അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. പ്രതികളെ ഒളിപ്പിച്ചത് ജില്ലയിലെ CPMൻ്റെ ഓഫീസ് മുതൽ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ വരെ ഈ പ്രതികളെ ഒളിപ്പിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്കറിയാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. 7 പ്രതികളെ പിടികൂടാൻ സാധിച്ചില്ല. പിടികൂടാൻ സാധിക്കാത്തത് പോലീസ് അറിയാഞ്ഞിട്ടല്ല, പോലീസിന് അവിടേക്ക് പോകാനുള്ള പെർമിഷൻ കൊടുത്തിട്ടില്ല. ഒരു പ്രമുഖ CPM നേതാവ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം, ഇവരെ എന്തിനാ കസ്റ്റഡിയിൽ വെച്ചത്, ഞങ്ങളെ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന് ചോദിച്ചേ. അതാണ് CPM. ഞാൻ ഒരു കാര്യം പറയുന്നു, TP ചന്ദ്രശേഖരൻ വധക്കേസിൻ്റെ സമാനമായ ഗുരുതരമായ സാഹചര്യം ഇവിടെ നിലനിൽക്കുകയാണ്. ഏത് കൊലപാതകം നടന്നാലും CPMും DYFIയും SFIയും പറയും, ഞങ്ങളല്ല കൊല നടത്തിയത്, ഞങ്ങൾക്ക് ഈ കൊലപാതകവുമായി യാതൊരു തരത്തിലുള്ളതായിരിക്കുന്ന ബന്ധവുമില്ല. TP വധക്കേസിൽ CPIMൻ്റെ അന്നത്തെ പാർട്ടി സെക്രട്ടറി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞത്, 4-ാം തീയതി പത്രസമ്മേളനം നടത്തി പറഞ്ഞത്, ഞങ്ങൾക്ക് ഈ കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ല. 2, ശരത്ലാൽ കൃപേഷിനെ കൊന്നു. അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾക്ക് ഈ കൊലപാതകവുമായി യാതൊരു രീതിയിലുള്ള ബന്ധവുമില്ല. അരിൽ ഷുക്കൂറിനെ കൊന്നു. CPM പാർട്ടി നേതൃത്വം പറഞ്ഞത്, ഞങ്ങൾക്ക് ഈ കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ല. കൊല നടത്തുക, പ്രതികൾക്ക് സംരക്ഷണം കൊടുക്കുക, പ്രതികൾക്ക് നിയമസഹായം കൊടുക്കുക, പ്രതികളുടെ കുടുംബത്തെ സംരക്ഷിക്കുക, അവർക്ക് എല്ലാ രീതിയിലുള്ള പിൻബലവും കൊടുക്കുക, ഞങ്ങൾ ഇത് ചെയ്തില്ല എന്ന് പറയുക, ഇത് CPMൻ്റെ സ്ഥിരം ഭാഷയാണ്. CPMൻ്റെ കൊലപാതകത്തിലെ ക്ലീഷേ വാചകമാണ് ഇന്നലെ ആർഷോ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറഞ്ഞത്. CPM നേതാക്കന്മാരുടെ സകല പിന്തുണയും മോറൽ സപ്പോർട്ട് പ്രതികളെ ഒളിപ്പിച്ചത് CPM പാർട്ടി ഓഫീസിലും പാർട്ടി ഗ്രാമത്തിലുമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. അവിടേക്ക് ചെല്ലാൻ പോലീസിന് യാതൊരുവിധ പെർമിഷനുമില്ല. ഞാൻ 2 തവണ സിദ്ധാർത്ഥിൻ്റെ നെടുമങ്ങാടുള്ളതായിരിക്കുന്ന വീട് സന്ദർശിച്ചയാളാണ്. 2 തവണ ഞാൻ അമ്മയുമായും അച്ഛനുമായും വളരെ സീരിയസ് ആയി നേരിട്ട് സംസാരിച്ച ഒരാളാണ്. എനിക്ക് അച്ഛനുമായുള്ള സംസാരത്തിൽ, അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ മറ്റുള്ള ആളുകളുമായുള്ള സംസാരത്തിൽ, ഇവിടെ ഡെഡ് ബോഡി അങ്ങോട്ട് കൊണ്ടുവന്ന സമയത്ത് ഇവിടെയുള്ള കുട്ടികളുമായി സംസാരിച്ചതായ ആളുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പിതാവ് പറഞ്ഞതിനെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല.
ഇവനെ ഗുരുതരമായ രീതിയിൽ ആക്രമണം നടത്തിയതിന് ശേഷം ഒന്നുകിൽ ജീവനോടുകൂടി സിങ്കിങ് സ്റ്റേജിലോ അല്ലെങ്കിൽ ജീവനോടുകൂടിയോ അല്ലെങ്കിൽ മരണപ്പെട്ടതിന് ശേഷമോ അവനെ കെട്ടിത്തൂക്കി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3 ദിവസം വെള്ളം കൊടുത്തില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഉപസംഹാരം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ യൂറിനറി ബ്ലാഡറിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല എന്നാണ്. ഒരു തുള്ളി വെള്ളം പോലുമില്ല. അതിനർത്ഥം ആ കുട്ടിക്ക് ഒരു തുള്ളി വെള്ളം പോലും കഴിഞ്ഞ 3 ദിവസമായി കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല എന്നുള്ള പിതാവിൻ്റെ ആരോപണത്തെ ശരിവെക്കുന്നതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇവർ കൊന്നതാണ്, ഇവർ കൊലപ്പെടുത്തിയതാണ്. ആ കൊലപ്പെടുത്താൻ നേതൃത്വം കൊടുത്തത് യൂണിയൻ ഭാരവാഹികളും SFI നേതാക്കന്മാരും അടക്കമുള്ളതായിരിക്കുന്ന ഇവിടെയുള്ള സമഗ്രാധിപത്യത്തിൻ്റെ കൈകളാണ്. അവർക്കെതിരെ ഉയരുന്ന ഏത് ശക്തിയെയും ഈ രീതിയിൽ തകർക്കും എന്നുള്ള CPIM-ന്റെ കാടത്ത സംസ്കാരത്തിൻ്റെ പ്രതിഫലനമാണിത്. ഞാൻ ഒരു കാര്യം കൂടെ വളരെ ഗൗരവമായി പറയാനാകും. ആരാണ് ഇവരുടെ മെൻറ്റർ? ആരാണ് ഇവരുടെ രക്ഷാകർത്തൃത്വം? ആരാണ് ഇവർക്കുടെ മാർഗദർശി? ഒരു സംശയം വേണ്ട, കണ്ണൂരിലെ പഴയങ്ങാടിയിൽ ഹെൽമറ്റ് കൊണ്ട് ചെടിച്ചട്ടി കൊണ്ട് ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തപ്പോൾ ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പ്രഖ്യാപിച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഈ ക്രിമിനലുകളുടെ ഏറ്റവും വലിയ രക്ഷാകർത്തൃത്വവും മാർഗദർശിത്വവും. വളരെ ഗൗരവമാണ്. ഞങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു, വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ ഗുരുതരമായ രീതിയിൽ ആക്രമിച്ച് ഇലക്ട്രിക് വയറുകൊണ്ട് ബെൽറ്റ് കൊണ്ട് ആയുധങ്ങൾ കൊണ്ട് തുടർച്ചയായി മർദ്ദിച്ച് ആൾക്കൂട്ട വിചാരണയ്ക്ക് നേതൃത്വം കൊടുത്ത് ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ കെട്ടിത്തൂങ്ങി കൊലപ്പെടുത്തിയതായിരിക്കുന്ന സിദ്ധാർത്ഥിൻ്റെ മരണം അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണോ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മറുപടി പറയണം. ഇതിലെ മുഴുവൻ പ്രതികളെയും പിടിച്ചാലല്ലാതെ 1 ഇഞ്ച് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. ഈ ക്യാമ്പസ് ഒരു സമഗ്രാധിപത്യത്തിൻ്റെ അഴിഞ്ഞാട്ടത്തിൻ്റെ ക്യാമ്പസാണ്. ഞങ്ങൾ ഇന്ന് ഹോസ്റ്റൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ പോകാനിരിക്കുകയാണ്. ഒരു കാരണവശാലും തടയാൻ സമ്മതിക്കില്ല. ഹോസ്റ്റൽ ഉൾപ്പെടെ മുഴുവൻ ഇടങ്ങളും, ഇവനെ വിചാരണ ചെയ്ത മുഴുവൻ ഇടങ്ങളും ഇന്ന് ഞങ്ങൾ പോയി കാണും. ഞങ്ങൾ അത് ആലോചിക്കുകയാണ്.